പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, SLC കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് +1 അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ സമർപ്പിക്കേണ്ട ദിവസം മെയ് 14 നാളെയാണ്. അപ്പോൾ ഏകജാലക പ്രവേശനത്തിന് വേണ്ടി അപേക്ഷകർക്ക് തന്നെ നേരിട്ട് അപേക്ഷിക്കുവാൻ വേണ്ടി സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിലൂടെ നമ്മുടെ +1 അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് എന്തെല്ലാം ചെയ്യണമെന്നുള്ള പൊതു നിർദ്ദേശങ്ങളാണ്. പ്രോസ്പെക്ടസിലെ നിർദ്ദേശങ്ങൾ വിശദമായി വായിച്ചതിന് ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിക്കുക. അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈൻ ആയാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷകർക്ക് സ്വന്തമായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. മൊബൈൽ ഫോൺ ഉപയോഗിച്ചും അപേക്ഷ സമർപ്പിക്കാം. 10ാം തരം പഠന സ്കീം അതേഴ്സ് ആയിട്ടുള്ളവർ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, തുല്യത സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്കാൻ ചെയ്ത കോപ്പി, അത് PDF ഫോർമാറ്റിലാണ്. അത് 100 KB താഴെ ആകാൻ പാടുള്ളൂ. അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിലവിൽ കേരള സിലബസിൽ പഠിച്ച ആരും തന്നെ അങ്ങനെ ചെയ്യേണ്ടതില്ല. മറ്റുള്ള സിലബസിൽ പഠിച്ച കുട്ടികളെ സംബന്ധിച്ചാണ് ഈ ഒരു നിർദ്ദേശം. വിഭിന്നശേഷി വിഭാഗത്തിൽ പ്രത്യേക പരിഗണനയ്ക്ക് അർഹമായവർ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി, അതും 100 KB താഴെയുള്ളത് തന്നെ അപ്ലോഡ് ചെയ്യണം. നമ്മുടെ SSLC പഠിക്കുന്ന സമയത്ത് നമുക്ക് IED അതിൻ്റെ ആ ഒരു ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കോപ്പി മാത്രം, അത് ഒറിജിനൽ കോപ്പി, അത് സ്കാൻ ചെയ്ത് അയച്ചാൽ മതിയാവും. മറ്റ് അപേക്ഷകർ അപേക്ഷയോടൊപ്പം യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. TC കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് അടക്കം ഒന്നും ചെയ്യേണ്ടതില്ല. അപേക്ഷാ സമർപ്പണം ആരംഭിക്കുന്നതിന് മുമ്പ് അപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്കായി അവകാശം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രസ്തുത സർട്ടിഫിക്കറ്റിലെ വിവരങ്ങൾ, സർട്ടിഫിക്കറ്റ് നമ്പർ ഏറ്റവും പ്രധാനമാണ്. എല്ലാ സർട്ടിഫിക്കറ്റുകളും അങ്ങനെ, അതായത് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് അപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവകാശം ഉന്നയിക്കുന്നതുണ്ടെങ്കിൽ, അപ്പോൾ ബോണസ് പോയിൻറ്റിനോ അല്ലെങ്കിൽ അഡ്മിഷന് വേണ്ടിയിട്ടോ അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്പർ ഉണ്ടാകും. ആ സർട്ടിഫിക്കറ്റിന് നമ്പർ ഉണ്ടാവണം. ചിലപ്പോൾ ചില സർട്ടിഫിക്കറ്റുകളിൽ നമ്പർ ഉണ്ടാവില്ല. അതായത് ചിലപ്പോൾ ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകളിൽ ചില സ്കൂളുകളിൽ നിന്ന് നമ്പർ ഇടുന്നുണ്ടാവില്ല. അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നമ്പർ കൂടി ഇടാൻ വേണ്ടിയിട്ട് പറയണം നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അത് അഡ്മിഷൻ നമ്പരും /25 2025 ആ രീതിയിലോ അങ്ങനെ ഡേറ്റോ അങ്ങനത്തെ ഏതെങ്കിലും ഇട്ടിട്ട് മേടിച്ചാൽ മതി. അപ്പോൾ അതാകുമ്പോൾ ഒരു യൂണിക് നമ്പർ തന്നെ ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ നമ്പർ, തീയതി, സർട്ടിഫിക്കറ്റ് നൽകിയ അധികാരി മുതലായവ അപേക്ഷാ സമയത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ ഉണ്ടാവണം സർട്ടിഫിക്കറ്റിനകത്ത് എന്നതാണ്. അപേക്ഷകർക്ക് സ്വന്തമായോ അല്ലെങ്കിൽ 10ാം തരം പഠിച്ചിരുന്ന ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യമോ അല്ലെങ്കിൽ മറ്റടുത്തുള്ള സ്കൂളുകളിലെ ലാബ് സൗകര്യമോ അധ്യാപകരുടെ സഹായമോ, അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും ഒക്കെ പ്രയോജനപ്പെടുത്തി +1 പ്രവേശനത്തിനായിട്ട് അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 14ാം തീയതി നാളെയൊക്കെ വളരെ തിരക്കായിരിക്കും. അപ്പോൾ സെർവറൊക്കെ ഡൗൺ ആയിരിക്കും. പിന്നെ അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. 20ാം തീയതി വരെ സമയമുണ്ട്. അപ്പോൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഡേ ടൈമിൽ ചെയ്യാതെ അതിരാവിലെയോ ഇല്ലെങ്കിൽ രാത്രിയിലോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഗമമായി തന്നെ അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപേക്ഷാർത്ഥി നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് പ്രവേശനം നേടുന്നതിനായി രേഖകൾ വെരിഫിക്കേഷനായി സമർപ്പിക്കുമ്പോൾ തെറ്റായി വിവരം നൽകി അലോട്ട്മെൻറ്റ് ഇടം നേടിയതാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത്തരം അലോട്ട്മെൻറ്റുകൾ റദ്ദാക്കി പ്രവേശനം നഷ്ടപ്പെടുന്നതിനാൽ അപേക്ഷാ വിവരങ്ങൾ ശ്രദ്ധയോടും കൃത്യതയോടും കൂടി നൽകേണ്ടതാണ്. ഈ നിർദ്ദേശങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അബദ്ധവശാൽ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ എങ്ങാനും ആ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടെങ്കിലും ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് അത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്.
അതിന് ശേഷവും ക്ലിയർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലാവാൻ സാധ്യതയുണ്ട്. ഏകജാലകം, സിംഗിൾ വിൻഡോയാണ്. ഒരു തലത്തിലൂടെ മാത്രമേ നമുക്ക് ആ സിംഗിൾ വിൻഡോയിൽ നിന്ന് ഔട്ടാവുകയാണ്. പിന്നെ അതിനകത്തോട്ട് കയറാൻ വേണ്ടി വളരെ വിഷമമാണ്. ഇപ്പോൾ അപേക്ഷാ സമർപ്പണ വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഹയർ സെക്കൻഡറി അഡ്മിഷൻ ഗേറ്റ് വേ ആയിട്ടുള്ള HSCAP കേരള .gov.in എന്നുള്ള സൈറ്റിൽ തന്നെയാണ് ഏകജാലകം സിംഗിൾ വിൻഡോ അഡ്മിഷൻ പ്രവേശിച്ച് വെബ്സൈറ്റിൽ ലഭ്യമായ പ്രോസ്പെക്ടസും അനുബന്ധങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കണം. നേരത്തെ തന്നെ പറഞ്ഞു. ഹയർ സെക്കൻഡറി അഡ്മിഷൻ ഗേറ്റ് വേ ആയിട്ടുള്ള അത് നേരത്തെ പറഞ്ഞ ആ ഗേറ്റ് വേയിലൂടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ. ആദ്യമായി ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാസ്വേഡ് നിങ്ങളുടെ പേര് കൂട്ടി @ അങ്ങനത്തെ എന്തെങ്കിലും ചിഹ്നങ്ങളും പേരിനകത്ത് തന്നെ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ആണെങ്കിൽ പോലും ഒരു ക്യാപിറ്റൽ ലെറ്ററും 1-2 ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും വേണം. അതുപോലെ ഒരു ചിഹ്നം വേണം. അതുപോലെ നമ്പറും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പാസ്വേഡ് ഉണ്ടാക്കുമ്പോൾ ആ പാസ്വേഡ് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അപ്പോൾ ക്രിയേറ്റ് ലിങ്കിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കാവുന്നതാണ്. അത്തരത്തിൽ മൊബൈലിൽ OTPയിലൂടെ. അപ്പോൾ മൊബൈൽ OTP എന്ന് പറയുന്നത് ഇത് പിന്നീടും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാവണം. താൽക്കാലികമായിട്ടുള്ള മൊബൈലിലൊന്നും ചെയ്യരുത്. പേരൻസിൻ്റെ കഴിവതും പേരൻസിൻ്റെ ചെയ്യുന്നതായിരിക്കും ഉചിതം. അപ്പോൾ അതിലേക്ക് OTP വരികയും അങ്ങനെ നമുക്ക് ആ ഒരു കാര്യം പിന്നീടാണെങ്കിലും പാസ്വേഡൊക്കെ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ OTP നൽകിയിട്ടുള്ള അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൃത്യമായിട്ടുണ്ടാവണം. അപ്പോൾ OTPയിലൂടെയാണ് അത് സാധിക്കുന്നത്. സൃഷ്ടിക്കുന്ന കാൻഡിഡേറ്റ് ലോഗിനിലൂടെ ആയിരിക്കും അപേക്ഷാ സമർപ്പണവും തുടർന്നുള്ള പ്രവേശന പ്രവർത്തനങ്ങളും അപേക്ഷാർത്ഥികൾ നടത്തേണ്ടത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന അപേക്ഷാ നമ്പർ കൃത്യമായി എഴുതി സൂക്ഷിക്കണം. അതുപോലെ പാസ്വേഡും. പ്രവേശന സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ നൽകേണ്ടതിനാൽ ഓൺലൈൻ അപേക്ഷയിൽ വിദ്യാർത്ഥിയോ രക്ഷകർത്താവിൻ്റെയോ മൊബൈൽ നമ്പർ മാത്രം നൽകുക. പ്രോസ്പെക്ടസിലെ അനുബന്ധം 2 ലിസ്റ്റുകൾ പരിശോധിച്ച് അപേക്ഷകൻ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം കാറ്റഗറി സെലക്ട് ചെയ്യുക. കാരണം നമ്മൾ SLC വരെ പഠിച്ചപ്പോൾ ചിലപ്പോൾ OBC ആയിരിക്കും. പക്ഷേ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് വേണ്ടി നമ്മൾ OEC ലിസ്റ്റിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ ജാതി ഏതാണ്, അത് ഏതാണ് കാറ്റഗറി എന്നുള്ളത് നമ്മുടെ SLC ബുക്കിലുള്ളത് അതുമായിട്ട് സമാനമായിട്ടുള്ള ഒത്തു നോക്കിയിട്ട് വേണം. അപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന അനുബന്ധം 2 കൊടുത്തിരിക്കുന്ന ലിസ്റ്റുകൾ പരിശോധിക്കണം. അതുപോലെ അലോട്ട്മെൻറ്റുകളും അനുബന്ധ വിവരങ്ങളും അറിയുന്നതിന് അഡ്മിഷൻ വെബ്സൈറ്റ് നിരന്തരം സന്ദർശിക്കേണ്ടതാണ്. ന്യൂസ് പേപ്പറിൽ വാർത്തകൾ വരും, അതും ശ്രദ്ധിക്കുക. അപേക്ഷാ സമർപ്പണം ആരംഭിക്കുന്നതിന് മുമ്പ് അപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളായി അവകാശം ഉന്നയിക്കുന്നെങ്കിൽ അവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. റിപ്പീറ്റഡായിട്ട് പറയുന്നതിന് കാരണം അതില്ല എങ്കിൽ നമ്മുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും. പ്രസ്തുത സർട്ടിഫിക്കറ്റിലെ വിവരങ്ങൾ, സർട്ടിഫിക്കറ്റ് നമ്പർ, തീയതി, സർട്ടിഫിക്കറ്റ് നൽകിയ അധികാരി മുതൽ അത് അപേക്ഷാ സമയത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപേക്ഷാ സമർപ്പണം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രവേശനം ആഗ്രഹിക്കുന്ന സ്കൂളിൻ്റെ കോഡ്, ആദ്യം സ്കൂളിൻ്റെ കോഡ്, രണ്ടാമത് സ്കൂളിൻ്റെ കോഴ്സിൻ്റെ കോഡ് എന്നിവ ഓപ്ഷനുകൾ അടങ്ങുന്ന ഒരു ലിസ്റ്റ് എഴുതി കൈവശം വെക്കുക. അപ്പോൾ വീടിന് തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ ഏതൊക്കെയാണ് ഓപ്ഷനുകളുള്ളത്, സ്കൂളിൻ്റെ കോഡ്, സ്കൂൾ കോഡെന്ന് പറയുന്നതും ഓരോ ജില്ലയിലെയും ഓരോ സ്കൂളുകൾക്കും കോഡുകളുണ്ട്. ആ കോഡുകൾ എഴുതി വെക്കുക. അതുപോലെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഏത് കോഴ്സാണെന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക, ഏതൊക്കെ സ്കൂളാണെന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുന്നതിന് വേണ്ടി എന്തായാലും കാൻഡിഡേറ്റ് ലോഗിൻ ആക്കി കഴിഞ്ഞ് പിന്നീട് മതി ഇതെല്ലാം. പിന്നെ +1 പ്രവേശനത്തിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഫോക്കസ് പോയിൻ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമൊക്കെ കിട്ടിയിട്ടുണ്ടാകും സ്കൂളിൽ നിന്ന്. കിട്ടാത്തവർക്കാണെങ്കിലും കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം, ഓൺലൈൻ അപേക്ഷ സമർപ്പണം നൽകണം. അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ആ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതാണ്. ആ പരിശോധിച്ചത് ആ സ്കൂളുകൾ, ഏത് സ്കൂളിലാണോ അപേക്ഷ കൊടുത്തത് അവിടെ പോയി അല്ലെങ്കിൽ അവിടെ ആ ഒരു നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോയി അത് വെരിഫൈ ചെയ്യുന്ന രീതിയിൽ അതിൽ മാറ്റങ്ങൾ വരുത്തി അത് കഴിഞ്ഞ് ഓപ്ഷൻസൊക്കെ പുനഃക്രമീകരിക്കാം. ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് ഓപ്ഷൻസ് ഒന്നുകൂടി മാറ്റണം
അല്ലെങ്കിൽ പുതിയ സ്കൂൾ ചേർക്കണം, പുതിയ കോഴ്സ് ചേർക്കണം, അല്ലെങ്കിൽ ഒഴിവാക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ അലോട്ട്മെൻറ്റ് പരിശോധന, അതുപോലെ സ്കൂൾ പ്രവേശം ഉറപ്പാക്കൽ, ഇതൊക്കെ ഈ രീതിയിലാണ്. അപേക്ഷ ഓൺലൈനായി ചെയ്യുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യോഗ്യതാ പരീക്ഷ പാസ്സായ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക. അതായത് SLC ഇപ്പോൾ കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് പ്രിൻ്റ് ഔട്ട് മാത്രം മതി. SLC ഇപ്പോൾ പാസ്സായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ പ്രിൻ്റ് ഔട്ട് മാത്രം കയ്യിൽ മതി. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ താമസമുണ്ടാവും. മറ്റുള്ളവരെ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേപ്പറിനകത്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ കരുതേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് TC കോൺഗ്രസ് സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ സർട്ടിഫിക്കറ്റുകൾ കരുതേണ്ടതുണ്ട് ഏത് കുട്ടിയാണെങ്കിലും. കാറ്റഗറി ശരിയായി രേഖപ്പെടുത്തുക. അതിനായി പ്രോസ്പെക്ടസ് 2 ലിസ്റ്റുകൾ അപേക്ഷകർ നോക്കണം. അത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നു. പിന്നെ ബോണസ് പോയിൻ്റ് ശരിയായി രേഖപ്പെടുത്തുക. ബോണസ് പോയിൻ്റ്, IED, അപേക്ഷാർത്ഥി രേഖപ്പെടുത്തുന്ന മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും മുൻകൂട്ടി എടുത്തു വയ്ക്കുക. ഈ രേഖകളിലെ നമ്പർ, തീയതി മുതലായ വിവരങ്ങൾ അപേക്ഷയിൽ രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. ശരിയായ മൊബൈൽ നമ്പർ, ഇമെയിൽ ഇവ നൽകുക. ഓപ്ഷനുകൾ ശരിയായി നൽകുക. അതിനുവേണ്ടി പ്രോസ്പെക്ടസിലെ സ്കൂൾ കോഴ്സുകളുടെ വിവരം നന്നായി പരിശോധിച്ച ശേഷം പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൻ്റെ കോഡ്, കോഴ്സ് കോഡ്, സ്കൂൾ കോഡ്, കോഴ്സ് കോഡ്, അങ്ങനെ ഈ രീതിയിൽ തയ്യാറാക്കിയ ഒരു ഓപ്ഷൻ ലിസ്റ്റ് അത് പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ ഏറ്റവും മുൻഗണന കോഴ്സിനാണെങ്കിൽ അല്ല സ്കൂളിനാണെങ്കിൽ സ്കൂള്, ആ രീതിയിൽ ഓരോരുത്തർക്ക് ഡിഫറൻ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ അത് കൃത്യമായി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി മുൻകൂട്ടി എഴുതി തയ്യാറാക്കി കൈവശം വെക്കുക. CBSE പാസ്സായ അപേക്ഷകർ മാത്സ് ബേസിക് ആണ് പഠിച്ചതെങ്കിൽ അവർക്ക് കണക്ക് സബ്ജക്റ്റ് വരുന്ന സയൻസ് കോഴ്സുകളിൽ ഓപ്ഷനായി നൽകാൻ കഴിയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന അപേക്ഷ നമ്പർ ശരിയായി എഴുതി സൂക്ഷിക്കേണ്ടതുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാറ്റഗറി, ഓപ്ഷനുകൾ എന്നിവ രേഖപ്പെടുത്തുന്നതിൽ സംശയങ്ങളുണ്ടെങ്കിൽ സമീപത്തെ സ്കൂളുകളിൽ ബന്ധപ്പെടുക. ഹെൽപ്പ് ഡെസ്കിൻ്റെയൊക്കെ സഹായത്തോടെ അവ രേഖപ്പെടുത്തുക. +1 പ്രവേശനത്തിനു വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്ന രീതി. അപ്പോൾ നമ്മൾ +1 പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ മുഖ്യഘട്ടം എന്ന് പറയുന്നത്, മുഖ്യഘട്ടം ആണ് ആദ്യം വരുന്നത്. അത് തുടങ്ങുന്നത് നമുക്കറിയാം മെയ് 14 മുതൽ, അതായത് 2025 മെയ് 14 മുതൽ വൈകിട്ട് 4 മണി മുതലാണ്. അതായത് 14-നും വൈകിട്ട് 4 മണി മുതൽ. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ സ്കൂളുകളിലേക്കോ ഹെൽപ്പ് ഡെസ്കിലേക്കോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. അപ്പോൾ 4 മണിക്ക് ആരംഭിക്കുകയുള്ളൂ. 20-ാം തീയതി വരെ സമയമുണ്ട്. ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യും. ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ അഡ്മിഷൻ ഗേറ്റ്വേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കുക. താഴെ കാണുന്ന സ്ക്രീനിൽ നിന്ന് വിദ്യാർത്ഥി അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ജില്ല തിരഞ്ഞെടുക്കുക. അപ്പോൾ ആദ്യം ഡിസ്ട്രിക്റ്റ്, ഏത് ഡിസ്ട്രിക്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത്? ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് ഒറ്റ അപേക്ഷയെ നൽകാൻ പാടുള്ളൂ. താഴെ കാണുന്ന ലോഗിൻ പേജ് ദൃശ്യമാവുന്നു. അപ്പോൾ എന്താണ്? കാൻഡിഡേറ്റ് രജിസ്ട്രേഷനാണ് വരുന്നത്. സെലക്ട് സ്കീം കൊടുക്കുമ്പോൾ കേരള സിലബസിൽ SLC എഴുതിയ കുട്ടികളെ സംബന്ധിച്ച് ആ രജിസ്റ്റർ നമ്പറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം, കുറേ ഡീറ്റെയിൽസുകൾ വരും. ഇല്ലാത്ത ഡീറ്റെയിൽസുകൾ അത് ഒന്നുകിൽ ചിലപ്പോൾ അത് ഓപ്ഷണലായിട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് എൻ്റർ ചെയ്ത്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് അതിനകത്ത് കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കുക. കാൻഡിഡേറ്റ് നെയിം, നമ്മുടെ നെയിം വന്നിരിക്കുന്നത് നമ്മുടെ നെയിം തന്നെയാണ്, ഇനിഷ്യലൊക്കെ കറക്റ്റാണെന്ന് വെരിഫൈ ഒന്നുകൂടെ ചെയ്യുക. കൺഫേം കാൻഡിഡേറ്റ് നെയിം, അതുപോലെ മന്ത് പാസ്, ഏത് മന്തിലാണ്, ഏത് ഇയറാണ്, അതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഓൾറെഡി വന്നിട്ടുള്ളതാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ചിലപ്പോൾ കേരള സിലബസിലുള്ളവർക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാകും, അതും വെരിഫൈ ചെയ്യുക. മറ്റുള്ളവർ എൻട്രി ചെയ്ത് കൊടുക്കുക. അതുപോലെ മൊബൈൽ നമ്പർ നമുക്കൊരു കുറച്ച് കാലത്തേക്കെങ്കിലും അത് കൃത്യമായിട്ട് മെസ്സേജൊക്കെ വരുന്ന ഒരു മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം. മൊബൈൽ നമ്പർ ഒന്നുകൂടി കൺഫേം ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട മൊബൈൽ നമ്പർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും നമ്മുടെ പേരൻസിൻ്റെ അല്ലാതെയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം മുൻപ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ, അത് സെലക്ട്, അത് ചിലപ്പം ഹെൽപ്പ് ഡെസ്ക് ആണോ അല്ലെങ്കിൽ പുറമേ നിന്നാണോ അതോ സെൽഫായിട്ടാണോ
എന്നതാണ് ചോദ്യം. അത് നിങ്ങളത് സെലക്ട് ചെയ്താൽ മതി. താഴെ ക്യാപ്ച കാണും. അത് ആ ക്യാപ്ച നമ്പേഴ്സാണ്. ആ നമ്പേഴ്സ് ക്യാപ്ച നമ്പേഴ്സോ അല്ലെ ലെറ്റേഴ്സോ ഒക്കെ ആയിരിക്കും. നമ്പേഴ്സ് ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യുക കൃത്യമായിട്ട് നോക്കി. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന വിവിധ സ്കീമുകളിൽ നിന്ന് അപേക്ഷകൻ്റെ സ്കീം കൃത്യമായി തിരഞ്ഞെടുക്കുക. അതായത് SLC ഗ്രേഡിംഗ് സിസ്റ്റം 24-25 ഇപ്പോൾ പ്രസൻറ്റ് 01 ആണ് കോഡ്. അതുപോലെ ഗ്രേഡിംഗ് സിസ്റ്റം ആണെങ്കിൽ 2007 മുതൽ 2024 വരെയുള്ളത് ഗ്രേഡിംഗ് സിസ്റ്റമാണ്. 202 എന്നുള്ളതാണ്. THSLC ആണെങ്കിൽ അത് ന്യൂ സ്കീം 03 ആണ്. അതുപോലെ CBSE ആണെങ്കിൽ 04 ആണ്. അതുപോലെ ICSE ആണെങ്കിൽ 05 ആണ്. അതേഴ്സ് ആണെങ്കിൽ 07 ആണ്. THSLC ആണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ന്യൂ സ്കീം 2016 ഓൺവേർഡ്സ് ആണെങ്കിൽ 08 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതാണോ നമ്മുടെ കാറ്റഗറി അതുമായിട്ട് ബന്ധപ്പെട്ട് അതേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും മറ്റുള്ള ബോർഡുകളിൽ നിന്നാണ് നമ്മൾ പാസ്സായതെങ്കിൽ ആ അതേഴ്സ് കൊടുത്താൽ മതിയാവും. രജിസ്ട്രേഷൻ പേജിൽ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലാണ് OTP മറ്റും വരുന്നത്. ആയതിനാൽ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ അതീവ ശ്രദ്ധയോടെ ശരിയായ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ താഴെ കാണുന്ന സ്ക്രീൻ ദൃശ്യമാകും. അപ്ലൈഡ് ഡിസ്ട്രിക്റ്റ്, അതുപോലെ സ്കീം ഏതാണ്, രജിസ്ട്രേഷൻ നമ്പർ, അതായത് SLCയുടെ രജിസ്ട്രേഷൻ നമ്പർ, ഏത് ഇയറിലാണ് പാസ്സായത്, മൊബൈൽ നമ്പറും കാണിക്കും. എന്നിട്ട് സെൻഡ് OTP എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു OTP വരും. അത് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇതിലെ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ച് മൊബൈൽ നമ്പറിലേക്ക് OTP ലഭിക്കുവാൻ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചുവടെ കാണുന്ന സ്ക്രീൻ ദൃശ്യമാകും. അതിൽ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പറിൽ വന്നിട്ടുള്ള OTP എൻ്റർ ചെയ്യുക. അതിൽ കാണുന്ന അപേക്ഷാ നമ്പർ എഴുതി സൂക്ഷിക്കുക. അപ്പോൾ OTP വന്നു കഴിയുമ്പോഴത്തേനും നമുക്കൊരു അപേക്ഷാ നമ്പർ വരും. ആ അപേക്ഷാ നമ്പർ നമ്മുടെ ഡയറിയിലേക്കോ ഒക്കെ എഴുതി സൂക്ഷിക്കുക. ഈ OTPയുടെ ഇത് കഴിയുമ്പോഴത്തേനും അടുത്ത ഒരു വിൻഡോയും കൂടെ വരും. അതായത് നമുക്കൊരു ന്യൂ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാസ്വേഡ് മസ്റ്റ് ബി മോർ ദാൻ 8 ക്യാരക്ടേഴ്സ് ലോങ്, മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 ലോവർ കേസ് ക്യാരക്ടർ ആൻഡ് 1 അപ്പർ കേസ് ക്യാരക്ടർ. അതുപോലെ ഒരു നമ്പർ ഉണ്ടാവണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളുടെ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ. ആ പാസ്വേഡ് കൃത്യമായി നമ്മൾ ഡയറിയിൽ എഴുതി സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അത് കൺഫേം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ലോഗിൻ പാസ്വേഡും കൂടി ക്രിയേഷനായി. പുതിയ പാസ്വേഡ് നൽകുമ്പോൾ ചുവടെ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ 8 ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. അതുതന്നെയാണ്. പുതിയ പാസ്വേഡ് നൽകി അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ വിജയകരമായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് താഴെ കാണുന്ന സ്ക്രീനിൽ ദൃശ്യമാകും. ഈ അപേക്ഷാ നമ്പറും നേരത്തെ നൽകിയ പാസ്വേഡും ജില്ലയും നൽകിയാണ് ഇനി മുതൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പം എന്താണ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ്റെ ഇതിൽ വരും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ പാസ്വേഡിൻ്റെ പോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇത് പിന്നീടും ആവശ്യം വരും പല കാര്യങ്ങൾക്കും. ഇനി കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ചുവടെ കാണുന്ന സ്ക്രീൻ ലഭ്യമാകും. അതിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ജില്ലയും നൽകുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതും കൂടെ നൽകിക്കഴിഞ്ഞ് കാൻഡിഡേറ്റ് ലോഗിൻ, അതിനകത്ത് ഫോർഗെറ്റ് പാസ്വേഡ്, അതൊക്കെ നമുക്ക് ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ OTP നമ്മുടെ മൊബൈലിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് മൊബൈൽ നമ്പർ കൃത്യമായി കൊടുക്കണം. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചുവടെ കാണുന്ന സ്ക്രീൻ ദൃശ്യമാകും. അതിൽ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പം ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ ഓരോ കാര്യങ്ങൾ അതിനകത്ത് ലാസ്റ്റ് ലോഗിൻ എപ്പോഴാണ് നടത്തിയത് എന്നൊക്കെയുള്ളത് വരും. സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് നോട്ട് ഇനിഷ്യേറ്റഡ് എന്ന് കാണിക്കും. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ വരും. അതുപോലെ സ്കൂൾ സെലക്ട് ചെയ്യും. ഏതാണ് നമ്മൾ നിലവിൽ SSLC പഠിച്ചിരുന്ന പാസ്സായ സ്കൂള് വരും. അപ്പോൾ ക്വാളിഫയിങ് എക്സാം അത് SLC ആണെങ്കിൽ SLC, അല്ലെങ്കിൽ മറ്റ് അതേഴ്സ് എന്നുള്ളതിൽ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ CBSE ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ക്വാളിഫയിങ് എക്സാം
അതുപോലെ രജിസ്റ്റർ നമ്പർ, മന്ത് പാസ്, ഇയർ പാസ്, പാസ് ഇൻ ബോർഡ് എക്സാം, യെസ് ഓർ നോ എന്നുള്ളത്, ചാൻസ് 1 ആണോ അല്ലയോ എന്നുള്ളത്, ഗ്രേസ് മാർക്ക് അവാർഡഡ്, നിലവിൽ ഗ്രേസ് മാർക്ക് എന്തിനെങ്കിലും അവാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അഡ്മിഷൻ സമയത്ത് കാണിക്കണം എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ നമ്മളതിൻ്റെ നമ്പർ ഇതിൽ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ആഡ് ചെയ്യുന്നതും ഉചിതം. അപ്പോൾ അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത്, വേറെ ഒന്നുമില്ല. നെയിം, ജെൻഡർ, കാസ്റ്റ്, കാറ്റഗറി, അതുപോലെ റിലീജിയൻ. ഇപ്പോൾ ജനറൽ കാറ്റഗറിയാണ് ജനറൽ കാറ്റഗറി, അല്ലെ OEC ആണെങ്കിൽ OEC. അതിൽ വളരെ ശ്രദ്ധിക്കണം. OBCയും OECയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് SSLC പഠിച്ചിരുന്ന സമയത്ത് OBC ആയ കുട്ടി ചിലപ്പോൾ OEC ആവും ഈ പ്രവേശനത്തിൻ്റെ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അനുച്ഛേദം അനുബന്ധമായിട്ട് നൽകിയിട്ടുള്ള അപ്പൻഡിക്സ് 2 എന്ന് പറയുന്നതിൽ കൃത്യമായി നമ്മുടെ കാറ്റഗറി നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. റിലീജിയൻ സെലക്ട് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക, അതുപോലെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഗാർഡിയൻ ആണെങ്കിൽ ഗാർഡിയൻ്റെ നെയിം, ആധാർ നമ്പർ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ അത് കൊടുക്കേണ്ടതാണ്. അതുപോലെ അതർ ഡീറ്റെയിൽസ്, വെദർ ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ലാംഗ്വേജ്, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ല എങ്കിൽ നോ എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോ കൊടുക്കുക. വെദർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ മാത്രം ടിക്ക് ചെയ്യുക. അതിനകത്ത് ഏതാണ് എബിലിറ്റി ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നുള്ളത് അത് സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുത്ത് പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി നമുക്ക് മെഡിക്കൽ ബോർഡിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവിടെ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എവിടെയാണ്, സ്റ്റേറ്റ് കേരള, റെസിഡൻഷ്യൽ ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, ലൊക്കാലിറ്റി, ഇതിനൊക്കെ ബോണസ് മാർക്കുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡിൽ നമ്മുടെ ലൊക്കാലിറ്റി ഏത് പഞ്ചായത്തിലാണെന്ന് നമ്മൾ പ്രവേശന സമയത്ത് കാണിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റായിട്ടൊന്നും കൊടുക്കാൻ പാടില്ല. പെർമനൻ്റ് അഡ്രസ്സ് അത് മാറ്റമുണ്ടെങ്കിൽ അത് താഴെ സെയിം ആസ് പെർമനൻ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും കൂടി കൊടുക്കാൻ പറ്റും. വളരെ ശ്രദ്ധയോടെ ചെയ്യുക. ഇനി വരുന്നത് റൈറ്റ് സൈഡിലെയാണ്. റൈറ്റ് സൈഡിൽ അത് ഒരുമിച്ച് തന്നെ അങ്ങനെ ചെയ്തു പോരാ, അല്ലെങ്കിൽ താഴെയായിട്ടും ചെയ്തു പോരാ. ഗ്രേസ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. അതുപോലെ ബോണസ് പോയിൻ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, അതുപോലെ രാഷ്ട്രപതി പുരസ്കാർ, ഇത് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ രാജ്യ പുരസ്കാർ, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, ഇതിലെങ്ങാണോ ഉണ്ടെങ്കിൽ അതുമായിട്ട് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയ അതുമായിട്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ ലിറ്റിൽ കൈറ്റ്സ് അതും കൊടുക്കാവുന്നതാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാൻ ഇൻ സർവീസ്, എക്സ് സർവീസ്മാൻ ആണെങ്കിൽ ജില്ലയിലെ സൈനിക ക്ഷേമ ഓഫീസിൽ നിന്നുള്ള തനത് വർഷത്തെ സർട്ടിഫിക്കറ്റ് വേണം. അതായത് ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാനാണ് അല്ലെങ്കിൽ എക്സ് സർവീസ് മാനാണ് കുട്ടി എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാൻ കിൽഡ്, അതിന് കൂടുതൽ ബോണസ് മാർക്കുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ ബാക്കി ഉള്ള ഓപ്ഷൻസ് ഏതാണോ റിലവൻ്റ്, അല്ല ഇതൊന്നും ഇല്ല എങ്കിൽ നൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതിൽ പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ്, സ്റ്റേറ്റ് ലെവലാണോ ഡിസ്ട്രിക്ട് ലെവലാണോ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ മാത്രമേ അത് ടിക്ക് ചെയ്യാവുള്ളൂ. അത് മാത്രമല്ല സ്പോർട്സിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഇതിനകത്ത് സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് അഡ്മിഷൻ കിട്ടില്ല. സ്പോർട്സ് കൗൺസിൽ ഏത് ജില്ലയാണോ ആ ജില്ലയിലെ സ്പോർട്സ് കൗൺസിലിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും അവിടത്തേക്ക് അപേക്ഷ വേറെയായിട്ട് തന്നെ ഏകജാലകത്തിൻ്റെ പുറമേ തന്നെ അപേക്ഷ കൊടുക്കുകയും അതിൽ നിന്ന് വേറെ ഒരു പ്രോസസ്സിലൂടെയാണ് അവിടത്തേക്ക് അല്ലെങ്കിൽ ഏത് സ്കൂളിലേക്കാണ് അല്ലെങ്കിൽ ഏത് കോഴ്സിലേക്കാണ് അഡ്മിഷൻ എന്നുള്ളത് വരുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ യൂത്ത് ഫെസ്റ്റിവലിന് സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, അതുപോലെ ഡിസ്ട്രിക്ട് ലെവൽ B ഗ്രേഡ് ആണെങ്കിൽ C ഗ്രേഡ് ആണെങ്കിൽ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഇത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, NTSC നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ ക്വാളിഫൈഡ് ആണോ, അതുപോലെ മീൻസ് ആൻഡ് മെറിറ്റ് സ്കോളർഷിപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വാളിഫൈഡ് ആണോ, USS ക്വാളിഫൈഡ് ആണോ, LSS ക്വാളിഫൈഡ് ആണോ, അത് ടിക്ക് ചെയ്യാം. പക്ഷേ സർട്ടിഫിക്കറ്റുകൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കാണിക്കേണ്ടി വരും. പിന്നെ സ്റ്റേറ്റ് ഫെയർ ആണ്. സ്റ്റേറ്റ് സയൻസ് ഫെയർ, അതിന് എന്താണ് ഗ്രേഡ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ സ്റ്റേറ്റ് സോഷ്യൽ സയൻസ് ഫെയർ, സ്റ്റേറ്റ് മാത്സ് ഫെയർ, സ്റ്റേറ്റ് IT ഫെയർ,
സ്റ്റേറ്റ് വർക്ക് എക്സ്പീരിയൻസ് ഫെയർ, അതുപോലെ ക്ലബ്ബുകൾ. ഇപ്പോൾ ഈ ഫെയറിനകത്ത് ഇല്ല എങ്കിൽ അതിനകത്തൊന്നും തൊടാൻ പോകരുത്. വെറുതെ അതിനകത്ത് ടിക്കൊക്കെ കൊടുത്ത് അറിയാതെ ആയിപ്പോയതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ട്രയൽ അലോട്ട്മെൻറ്റിലും അത് മാറ്റുന്നില്ല എങ്കിൽ നമ്മുടെ അഡ്മിഷനെ അത് ബാധിക്കും. ഇനി ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ 2 മാത്രമേ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 2 ഏതൊക്കെയാണെന്നുള്ളത് ക്ലാസ് ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ അവിടെ HMനോടോ ചോദിച്ച് അത് സർട്ടിഫിക്കറ്റ്, അതിനകത്ത് നമ്പറിട്ട സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് എന്താണ്, പാർട്ടിസിപ്പേഷൻ ഇൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് ബട്ട് നോട്ട് അവാർഡഡ് രാഷ്ട്രപതി പുരസ്കാർ, അത് ഉണ്ടെങ്കിൽ അങ്ങനെ ടിക്ക് ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈ വരികയാണെങ്കിൽ ഇതെല്ലാം പരിഗണിക്കപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് എക്കണോമിക്കലി വീക്കർ സെക്ഷനാണ് EWS ആണ് എങ്കിൽ അതിനകത്ത് നമ്മൾ ഇപ്പോൾ അപേക്ഷ കൊടുക്കുന്നതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെങ്കിലും അതിനകത്ത് കുഴപ്പമില്ല. ഇപ്പോൾ ചിലപ്പം നമ്മൾ വില്ലേജ് ഓഫീസിൽ അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടണം എന്നില്ല. പക്ഷേ കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരിൽ നിന്ന് അതിനകത്ത് വരുന്നതാണ്. അത് ക്രൈറ്റീരിയ ഉണ്ട്, അതിന് ഒരു ഫോമുണ്ട്. ആ ഫോമിൽ വില്ലേജ് ഓഫീസറിൽ നിന്നോ അല്ലെങ്കിൽ കൺസേൺ റവന്യൂ അധികാരികളിൽ നിന്നോ ഉള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. എന്നിട്ട് സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി അടുത്ത പേജിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഓൺലൈൻ അപേക്ഷയിൽ ആദ്യമായി വിദ്യാർത്ഥി 10ാം തരം പഠിച്ച സ്കൂളിൻ്റെ വിവരങ്ങൾ നൽകുക. വിദ്യാർത്ഥി 10ാം തരം പഠിച്ച സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിൽ സെലക്ട് ലിസ്റ്റിൽ നിന്നും പ്രസ്തുത സ്കൂൾ തിരഞ്ഞെടുക്കുക, ഇല്ലെങ്കിൽ അതേഴ്സ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലാത്തതാണെങ്കിൽ അതിനകത്ത് ലിസ്റ്റിനകത്ത് ഉണ്ടാവില്ല, അപ്പോൾ അതേഴ്സ് കൊടുത്താലും മതി. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ ഇത് ഓൾറെഡി വന്നു. സെലക്ട് സ്കൂൾ ഇൻ വിച്ച് കാൻഡിഡേറ്റ് പാസ്ഡ് ക്വാളിഫയിങ് എക്സാമിനേഷൻ അവിടെ വന്നു. അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞു അതേഴ്സ് കൊടുത്താൽ മതി. ഇപ്പോൾ കേരള സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ അപ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 2024-25 എന്നുള്ളത് വരും. ക്വാളിഫയിങ് എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ അതെല്ലാം ഡീറ്റെയിൽസ് അവിടെ എൻട്രി ചെയ്യേണ്ടതാണെങ്കിൽ എൻട്രി ചെയ്ത് കൊടുക്കുക. ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ ശരിയാണെന്നുള്ളത്, അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് കൃത്യമായി നോക്കുക. അടുത്ത വിദ്യാർത്ഥികളുടെ പേര്, ജെൻഡർ, കാസ്റ്റ്, കാറ്റഗറി തുടങ്ങിയ വിവരങ്ങൾ നൽകുക. കാറ്റഗറി അനുബന്ധം 2, 3 വിശദമായി പരിശോധിച്ച് കൃത്യമായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 2, 3 എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞ OEC, OBC, അതുപോലെ SC, ST ഓരോ കാറ്റഗറി, ഏത് കാറ്റഗറിയാണ് നമ്മളൊന്ന് നോക്കി അതിനകത്ത് പറഞ്ഞിട്ടില്ലാത്തതാണെങ്കിൽ അതിന് ഹെൽപ്പ് ഡെസ്കിൽ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും. കാറ്റഗറിയിൽ തെറ്റായ വിവരങ്ങൾ നൽകി ലഭിക്കുന്ന അഡ്മിഷൻ നിരസിക്കപ്പെടുമെന്നതിനാൽ വളരെയധികം ശ്രദ്ധ വേണം. കാരണം പല കുട്ടികളും OBC ആയിട്ട് OEC സെലക്ട് ചെയ്തുകൊണ്ട് അഡ്മിഷൻ പോയതുണ്ട്, തിരിച്ചും OEC ആയിട്ട് OBC സെലക്ട് ചെയ്തുകൊണ്ട് തിരിച്ചും അവരുടെ അഡ്മിഷൻ പ്രശ്നമായതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ കാസ്റ്റ്, ജെൻഡർ, നെയിം, കമ്മ്യൂണിറ്റി ബിലോങ്സ് ടു OEC ആണെങ്കിൽ അത്, സെലക്ട് റിലീജിയൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കൃത്യമായി കൊടുക്കുക. ഇനി ഭാഷാപരമായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടതാണെങ്കിൽ ആ ഒരു കാര്യം കൃത്യമായി അതിൽ രേഖപ്പെടുത്തുക. അനുബന്ധം 1 അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയതിന് ശേഷം. ഇപ്പം ഭാഷാപരമായ ന്യൂനപക്ഷ വിഭാഗങ്ങളാണെങ്കിൽ അത് കൃത്യമായി അടയാളപ്പെടുത്തുക. പിന്നെയുള്ളത് വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, ആ വിവരങ്ങൾ ഏത് വിഭാഗം തുടങ്ങിയവ രേഖപ്പെടുത്തുക. അപേക്ഷകരുടെ രക്ഷകർത്താക്കൾ IEDC റിസോഴ്സ് അധ്യാപകരുടെയും മറ്റ് അധ്യാപകരുടെയും നിർദ്ദേശങ്ങൾ തേടി അല്ലെങ്കിൽ സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ അഭിരുചിക്ക് അനുയോജ്യമായ സ്കൂൾ കോഴ്സ് തിരഞ്ഞെടുത്ത ഓപ്ഷനായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ അത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയുടേതൊക്കെ നേരത്തെ നമ്മൾ കണ്ടു. മൈനോറിറ്റി അത് അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കൃത്യമായി എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനടിയിലാണ് വെദർ ഡിഫറൻ്റ്ലി ഏബിൾഡ്, അവിടെയും കൃത്യമായി ഏതാണ് കാറ്റഗറിയിൽ വരുന്നതെന്നുള്ളത് കൊടുക്കുക. അടുത്തതായിട്ട് വിദ്യാർത്ഥികളുടെ ജില്ല, താലൂക്ക് എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത്. ഇത് വളരെ ശ്രദ്ധയോടെ രേഖപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപേക്ഷകൻ്റെ മേൽവിലാസമാണ് അടുത്തതായിട്ട് നൽകേണ്ടത്. പെർമനൻറ്റും അതുപോലെ പെർമനൻറ്റ് തന്നെയാണ് ഇതിലെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. ഇനി ബോണസ് പോയിൻ്റ് വിവരങ്ങളാണ് ഏറ്റവും പ്രധാനം. ബോണസ് പോയിൻ്റ് വിവരങ്ങൾ നൽകുന്നതിനെ സംബന്ധിച്ചാണ്
NCC 75% കുറയാത്ത ഹാജർ കേഡറ്റിനുണ്ടെന്ന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം. സ്കൗട്ട് ആൻഡ് ഗൈഡ്, രാഷ്ട്രപതി പുരസ്കാർ, അതുപോലെ രാജ്യ പുരസ്കാർ എന്നിവ നേടിയവർക്ക് മാത്രമേ ഈ ഒരു ബോണസ് പോയിൻ്റ് ലഭിക്കുകയുള്ളൂ. അതുപോലെ ലിറ്റിൽ കൈറ്റ്സ് A ഗ്രേഡ് ഉണ്ടെങ്കിൽ അതും കിട്ടും. അപ്പോൾ SLC പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ളവർക്ക് മേൽ വിവരിച്ച ബോണസ് പോയിൻ്റ് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. കാരണം നമ്മുടെ SLCയുടെ കൂടെ നമുക്ക് കുറച്ച് മാർക്ക് കുറവായിരുന്നു, അതും കൂടി ആഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് പിന്നീട് നമ്മുടെ അഡ്മിഷന് വേണ്ടി പരിഗണിക്കുന്നതല്ല. ഇനി ജോലിയുള്ളതോ എക്സ് സർവീസോ ആയ ജവാന്മാരുടെ ആശ്രിതരാണോ, അങ്ങനെയുണ്ടെങ്കിൽ കൃത്യനിർവഹണത്തിനിടയിൽ കൊല്ലപ്പെട്ട ജവാൻ്റെ ആശ്രിതനാണോ ആണെങ്കിൽ ശരിയായത് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നൺ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് ടിക്ക് ചെയ്താൽ മതി. ബോണസ് പോയിൻറ്റുകൾക്ക് അവകാശം ഉന്നയിക്കുന്നവർ അപേക്ഷാ സമർപ്പണ സമയത്ത് നിർദ്ദിഷ്ട സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളത് അവകാശവാദം ഉന്നയിക്കാവുള്ളൂ. മേൽ പരാമർശിച്ച രീതിയിൽ ബോണസ് പോയിൻ്റ് അർഹതയുണ്ടെങ്കിലും കണക്കാക്കുമ്പോൾ ഒരു അപേക്ഷകൻ നൽകുന്ന ബോണസ് പോയിൻ്റ് പരമാവധി 10 പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, 10 പോയിൻ്റ് മാക്സിമം കിട്ടുകയുള്ളൂ. 15 ഉണ്ടെങ്കിലും 10 കിട്ടുകയുള്ളൂ. അതായത് വിവിധ ഇനങ്ങളിൽ ഒരു അപേക്ഷകൻ 10 അതിലധികമോ ബോണസ് പോയിൻ്റ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് 10 നിജപ്പെടുത്തും. അത് മനസ്സിലാക്കുക. അപ്പോൾ NCC, അതുപോലെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാൻ കിൽഡ്, അല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായി നോക്കി ചെയ്യുക. കായിക മത്സരങ്ങളിലോ യുവജനോത്സവങ്ങളിലോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ രേഖപ്പെടുത്തുക. ആകെ നേടിയ ഗ്രേഡുകളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത് ആ ബോക്സുകളിൽ കൃത്യമായിട്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അടുത്തതായി NTSC ദേശീയ സംസ്ഥാന തല പരീക്ഷയിൽ യോഗ്യത നേടിയവർ. അപ്പോൾ NTSCയിലെ ടിക്ക് ചെയ്യുക, അല്ലാത്തവർ ടിക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ NMMSSC എന്ന് വെച്ചാൽ മീൻസ് ആൻഡ് മെറിറ്റ് സ്കോളർഷിപ്പാണ്. അതുപോലെ USS LSS പരീക്ഷയിൽ യോഗ്യത നേടിയവർ ടിക്ക് ചെയ്യുക. സംസ്ഥാനതല ശാസ്ത്ര, സാമൂഹിക ശാസ്ത്ര, ഗണിത, IT പ്രവൃത്തി പരിചയമേളകൾ പങ്കെടുത്ത് ലഭിച്ച ഗ്രേഡുകളുടെ എണ്ണം അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുക. ഇനി നോക്കുക, സ്കൂൾ തലത്തിൽ വിവിധ ക്ലബ്ബുകളുടെ പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് വിവരം, സ്കൗട്ട് ആൻഡ് ഗൈഡ് പങ്കാളിത്തം എന്നിവയൊക്കെ ടിക്ക് ചെയ്യുക. അല്ലാത്തവർ അങ്ങനെ കിട്ടാത്തവർ മാത്രം ടിക്ക് ചെയ്യാവുന്ന സംവിധാനം. അതായത് നമുക്ക് ബോണസ് പോയിൻ്റ് ഇല്ല, ഈക്വലായിട്ട് വരുവാണെങ്കിൽ മാത്രം അത് പരിഗണിക്കും. ഈക്വലായിട്ട് വരുവാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ അത് വളരെ റയറായിട്ടല്ല, ധാരാളം കേസുകളിൽ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ NDSC ക്വാളിഫൈഡ് അങ്ങനത്തെ എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഓരോ ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റ് അടക്കം കൊടുക്കുക. ഈ ചാൻസ് നമ്പർ 10ാം തരം യോഗ്യത പരീക്ഷ എത്രാം തവണയാണ് പാസ്സായതെന്നാണ്. അത് ഈ വർഷം 99 പോയിൻ്റ് അത്രയും ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് ജയിച്ചവർ. ഇനി ജയിച്ചിട്ടില്ല എങ്കിലും പരീക്ഷ എഴുതിയിട്ട് വേണമെങ്കിലും ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. 1ാം ചാൻസ് തന്നെയായിട്ടാണ് അത് പരിഗണിക്കുന്നത്. കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതി തോറ്റുപോയി, ഈ വർഷമാണ് പരീക്ഷ എഴുതിയെങ്കിൽ 2 എഴുതേണ്ടി വരും. ഇനി അതിന് മുമ്പത്തേതാണെങ്കിൽ അങ്ങനെ 3 എഴുതേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം പരീക്ഷ എഴുതുകയാണെങ്കിൽ 1ാമത്തെ ചാൻസ് തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴേക്ക് സെലക്ട് ചെയ്ത സ്കീം അനുസരിച്ചുള്ള ഗ്രേഡ് വിവരങ്ങൾ നൽകുന്ന പേജ് ദൃശ്യമാകും. അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യുക. അതിനകത്ത് എൻ്റർ ചെയ്യേണ്ടതാണെങ്കിൽ എൻ്റർ ചെയ്യുക. നമുക്ക് കിട്ടിയ ഗ്രേഡിലേക്ക് മാറ്റിക്കൊണ്ട് അത് സബ്മിറ്റ് ചെയ്യുക. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, സ്കീം സ്റ്റഡീഡ്, അതുപോലെ ക്വാളിഫയിങ് എക്സാം രജിസ്റ്റർ നമ്പർ അതൊക്കെ വരും. അതെല്ലാം കൃത്യമാണോ എന്ന് നോക്കിയതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ സ്കീമുകളെക്കുറിച്ചുള്ളത് അതിനകത്ത് വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതൊക്കെ കൃത്യമായി കൊടുക്കേണ്ടതുണ്ട്. ഇനി ഗ്രേഡ് പോയിൻറ്റിൻ്റെ ഇതെല്ലാം കൊടുത്തതിന് ശേഷം വിദ്യാർത്ഥി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൻ്റെ കോഡും കോഴ്സും ഒക്കെ അതൊക്കെ ദൃശ്യമാകും. ഗ്രേഡ് പോയിൻ്റ് എൻട്രി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ നൽകേണ്ട സ്ക്രീൻ ദൃശ്യമാകും. വിദ്യാർത്ഥി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൻ്റെ കോഡും കോഴ്സും സെലക്ട് ചെയ്യുക. അപ്പം ആദ്യമായി സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനായിരിക്കും. രണ്ടാമതായിട്ട് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ആയിരിക്കും. മൂന്നാമതായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തേർഡ് ഓപ്ഷനായിരിക്കും. നമ്മുടെ സ്കൂളും അതുപോലെ എന്താണ് കോഴ്സ് എന്നുള്ളത് ആ കോഡുകൾ സെലക്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ സ്കൂൾ കോഡ് എൻ്റർ ചെയ്യേണ്ടതിൻ്റെ തൊട്ടടുത്ത് സ്കൂൾ ലിസ്റ്റ് കിട്ടും. നീഡ് ഹെൽപ്പ്
അപ്പോൾ അവിടെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ സ്കൂൾ കോഡ് അടിച്ച് കൊടുത്തിട്ട് തന്നെ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളത് ഓപ്ഷൻ ചേർക്കാവുന്നതാണ്. ഓപ്ഷനുകൾ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10ാം തരം പഠന സ്കീം അതേഴ്സ് ആയിട്ടുള്ളവർ മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ്, തുല്യതാ സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്കാൻ ചെയ്ത കോപ്പി, വിഭിന്നശേഷി വിഭാഗത്തിൽ പ്രത്യേക പരിഗണനയ്ക്കായി അർഹരായിട്ടുള്ളവർ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി, ഇത് രണ്ടും 100 KB താഴെ ഉള്ള ഒരു PDF ഫോർമാറ്റിൽ ആക്കിക്കൊണ്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ബോണസ് പോയിൻ്റ് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങൾ, സർട്ടിഫിക്കറ്റ് നമ്പർ, തീയതി, സർട്ടിഫിക്കറ്റ് നൽകിയ അധികാരി മുതലായ വിവരങ്ങൾ നൽകുവാനുള്ള സ്കീം ലഭ്യമാകും. അപ്പോൾ ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആരാണ്? അപ്പോൾ ഹെഡ് മാസ്റ്റർ അല്ലെ ഹെഡ് മിസ്ട്രസ് അല്ലെ വൈസ് പ്രിൻസിപ്പൽ അത് എൻ്റർ ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ കൊടുക്കേണ്ടി വരും. ലിറ്റിൽ കൈറ്റ്സിൻ്റെയൊക്കെ ആണെങ്കിൽ അത് കൺസേൺ അതോറിറ്റി, അപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജനറൽ എഡ്യൂക്കേഷൻ ആരാണോ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനെ ആണ് അവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അപേക്ഷയിലെ വിവരങ്ങൾ കാണാനോ ആവശ്യമുള്ളവ തിരുത്താനോ അവസരമുണ്ട്. അപേക്ഷയിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി പൂർണ്ണമായി പരിശോധിച്ചതിന് ശേഷം അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കുക. കാൻഡിഡേറ്റ് ലോഗിൻ വഴി വിദ്യാർത്ഥികൾക്ക് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അപേക്ഷയിൽ ഓപ്ഷനുകൾ ഉൾപ്പെടെ പുനഃക്രമീകരിക്കുവാൻ അവസരമുണ്ടാകും. ഏകജാലകത്തിലെ അപേക്ഷ നൽകുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മറ്റ് അപ്ഡേറ്റുകളൊക്കെ ഈ ഒരു ചാനലിലൂടെ പറയുന്നതാണ്, വീഡിയോസായിട്ട് ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഇതായിട്ട് ജോയിൻ ചെയ്തേക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റുകളൊക്കെ ഈ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. ഓക്കെ.